നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം 7ാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെയാണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ഡയറി എന്ന പ്രവർത്തനം പരിചയപ്പെടാം. 5ാം ക്ലാസ്സിൽ നാം ഡയറി എന്ന പ്രവർത്തനം പരിചയപ്പെട്ടതാണ്. എങ്കിലും 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വിശദമായി പരിചയപ്പെടാനുണ്ട്. നാം ചെറിയ ക്ലാസ്സിൽ എഴുതുന്നത് പോലെ രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, പഠിച്ചു, സ്കൂളിൽ പോയി, അങ്ങനെ ചെറിയ ചെറിയ വാചകങ്ങളിൽ എഴുതിയാൽ പോരാ. അന്നത്തെ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മുടെ വിചാരങ്ങളാണ് ഡയറി ആയിട്ട് എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് തീയതിയും വർഷവും ആഴ്ചയും അതിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ എന്ത് സംഭവമാണോ നടന്നത് അതിനെ വ്യക്തമാക്കണം. ആ സംഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതാണ് അതിലുണ്ടായിരിക്കേണ്ടത്. അത് ആത്മനിഷ്ഠ ഭാഷയിൽ ആണ് പ്രകടമാക്കേണ്ടത്. ആത്മനിഷ്ഠ ഭാഷ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നമുക്ക് അന്ന് ഉണ്ടായ അനുഭവം, അതിനെക്കുറിച്ചുള്ള നമ്മളുടെ വിചാരം, നമ്മളുടെ ഭാവന, കാഴ്ചപ്പാട് ഇതെല്ലാം അതിലുണ്ടാവണം. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഡയറി എഴുതാനുള്ള ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഭഗ് ദൗഡ് में गुड्डू फिसला और कीचड़ में धम से गिर गया. घर आकर भी गुड्डू हंसता रह गया. वह यादों में खो गया. ഗുഡ്ഡു കി ഡയറി ലിഖെ. ഇതാണ് ചോദ്യം. ഓട്ടത്തിനിടയ്ക്ക് ഗുഡ്ഡു വഴുതി ചെളിയിൽ വീണു. വീട്ടിൽ വന്നിട്ടും ഗുഡ്ഡുവിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തെക്കുറിച്ച് ഒരു ഡയറി എഴുതണം. ഒരു ഡയറിയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ വിശദമായി നൽകിയിട്ടുണ്ട്. അതൊന്ന് നോക്കിയാലോ. ഡയറി മീം താരീഖ് ലിഖി ഹെ, തീയതി എഴുതിയിട്ടുണ്ട്. മുഖ്യ ഘടന കാ ഉല്ലേഖ് കിയാ ഹെ, മുഖ്യ സംഭവത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്ന വിചാർ പ്രകട് കിയാ ഹെ, സ്വന്തം വിചാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആത്മനിഷ്ഠ ശൈലി കാ പ്രയോഗ് ഹുവാ ഹെ, ആത്മനിഷ്ഠ ശൈലി പ്രയോഗിച്ചിട്ടുണ്ട്. നോക്കൂ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ ഉണ്ടായിരിക്കണം എന്ന് പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം നമുക്ക് നോക്കിയാലോ. ജൂൺ 1, 2025 रविवार. आज बहुत खुशी का दिन था. मैं और गुठली खूब खेले. बरसाती नाले में पत्ते की नाव बहाए. केंचुआ, चींटी और मेंढक को उसमें बिठाया. कुछ दूर चलकर नाव पलट गई. चांदनी के पेड़ के नीचे गोकुल गैया को देखा. मैंने पेड़ हिलाकर गुठली के ऊपर पानी गिरा दिया. दौड़ते समय मैं कीचड़ में गिर गया. हम दोनों खूब हंसे. ഇതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം നോക്കിയാലോ. ജൂൺ 1, 2025 ഞായറാഴ്ച. ആജ് ബഹുത് ഖുഷി കാ ദിൻ ഥാ, ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. മേം ഔർ ഗുഠലി ഖൂബ് ഖേലെ, ഞാനും ഗുഠലിയും നന്നായി കളിച്ചു. ബർസാത്തി നാലെ മേ പത്തേക്ക് നാവ് ബഹായെ, മഴയത്തുണ്ടായ തോട്ടിൽ പത്തേക്ക് നാവ് ബഹായെ, ഇല കൊണ്ടുള്ള വള്ളം ഒഴുക്കി. കേഞ്ചുവ, ചീണ്ടി ഔർ മേണ്ഠക് കോ ഉസ്മേ ബിഠായ, മണ്ണിര, ഉറുമ്പ്, തവള എന്നിവയെ അതിൽ ഇരുത്തി. കുച്ച് ദൂർ ചൽക്കർ നാവ് പലട് ഗയി, അല്പം ദൂരം പോയപ്പോൾ ആ വള്ളം മറിഞ്ഞു. ചാന്ദിനി കെ പേട് കെ നീച്ചെ ഗോകുൽ ഗയ്യ കോ ദേഖ, നന്ദ്യാർവട്ട മരത്തിൻ്റെ താഴെ ഗോകുൽ ഗയ്യെ കണ്ടു. മേനെ പേട് ഹിലാക്കർ ഗുഠലി കെ ഊപ്പർ പാനി ഗിരാ ദിയ, ഞാൻ
മരം കുലുക്കി ഗുഠലിയുടെ മുകളിലേക്ക് വെള്ളം വീഴ്ച്ചു. ദൗഡത്തെ സമയ മേം കീചഡ് മേ ഗിർ ഗയ. ഓട്ടത്തിനിടയ്ക്ക് ഞാൻ ചെളിയിൽ വീണു. ഹം ദോനോ ഖൂബ് ഹൻസെ. ഞങ്ങൾ രണ്ടുപേരും നന്നായി ചിരിച്ചു. കൂട്ടുകാരെ, ഇതിൽ ഗോകുൽ ഗയ എന്ന വാക്ക് കേട്ടില്ലേ? അത് ശരീരത്തിൽ ചുവന്ന നിറമുള്ളതും തിളക്കമുള്ളതുമായ ഒരു ജീവിയാണ്. നമുക്ക് ആ ജീവിയെ നല്ല പരിചയമില്ല. നിങ്ങൾക്ക് ഡയറി എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇത് ഒരു മാതൃക മാത്രമാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കുമല്ലോ. അടുത്ത പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.